എന്തുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഓണമൊക്കെ ഇങ്ങ് എത്താറായി അല്ലേ? 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഓണമാണ്. ഉപ്പേരിയൊക്കെ വറുത്തോ? എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ? ഇന്നിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്കൂളും അടയ്ക്കും. ഇനിയിപ്പോൾ 10 ദിവസത്തേക്ക് കുഞ്ഞുങ്ങളെല്ലാം ഹാപ്പി ആയിരിക്കും. ഇന്ന് നമുക്കൊരു കുമ്പളങ്ങ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നെയ് കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കറിവേപ്പിലയും പച്ചമുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബൗളിനകത്ത് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ തേങ്ങയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകവും ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. അരച്ചു കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തൈരും കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം. അടിച്ചെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുമ്പളങ്ങയൊക്കെ എടുത്തിട്ട് ആ കുമ്പളങ്ങയുടെ ആ പുറത്തെ ആ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് കുമ്പളങ്ങ. ഇനി ഒന്നും കൂടെ നമുക്ക് മുറിക്കാം. മുറിച്ചതിന് ശേഷം നമുക്ക് ആ പുറമൊക്കെ ഒന്ന് ചെത്തിക്കളയാം. ഇതുപോലെ അങ്ങ് ചെത്തിക്കളഞ്ഞാൽ മതി. ചെത്തിക്കളഞ്ഞതിന് ശേഷം നമുക്കിത് ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അരിഞ്ഞെടുത്ത് ഞാൻ ഇത്രയും പരുവത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ പച്ചമുളകിൻ്റെ ഞെടുപ്പുമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഞാൻ കുമ്പളങ്ങയൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളകും കഴുകി അതിനകത്തേക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേകാനായിട്ട് വയ്ക്കാം. ഞാൻ മുളക് പൊടിയും പച്ചമുളക് ഇടുന്നത് കൊണ്ടാണ് അരപ്പരച്ചപ്പോൾ ഞാൻ മുളകൊന്നും ചേർക്കാഞ്ഞത് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് ശേഷം നമുക്ക് ഇതിൻ്റെ മൂടിയൊക്കെ തുറന്ന് നോക്കാം. കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട് കണ്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലേ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ആ മിക്സിയുടെ ജാറിൽ ലേശം വെള്ളം ഒഴിച്ച് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി അതൊന്ന് ആ ഫ്ലെയിമൊക്കെ ഒന്ന് നിർത്തിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ച തൈരില്ലേ അത് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ വാങ്ങി വെച്ചിട്ട് ഒന്ന് കടുക് താളിക്കാം. ഞാനൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ചൂടായി വരട്ടെ. നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളകും കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. മുറിച്ചിട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുമ്പം നമുക്ക് അതിനകത്തേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇടാം. ഞാൻ ഉലുവാപ്പൊടി അതിൽ ചേർത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിൽ ഞാൻ ഉലുവ ഇട്ടാലും മതിയേ, പച്ച ഉലുവ. ഇനി നമുക്ക് ആ കടുക് വറുത്തത് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചു. ഒരു 5 മിനിറ്റ് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി ഞാനൊരു ബൗളിനകത്തേക്ക് നമ്മുടെ പുളിശ്ശേരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ആയിട്ടുള്ള പുളിശ്ശേരിയാണ്. നല്ല അടിപൊളി പുളിശ്ശേരിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പം നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.